ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്കയെ നഷ്ടപ്പെട്ട വേദനയല്ല മുത്തശ്ശി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇനി എന്റെ പെണ്ണിനെ എങ്ങനെ തൊട്ടാണ്ടല്ലോ. നിന്റെ പെണ്ണോ? ആ അതെ. എന്തേ സംശയമുണ്ടോ? കാണിച്ചു തരാം. The great singer Shyama and her daughter Radhika. കോടതിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നത് ഒരു സ്വപ്നലോകത്തെന്ന പോലെയാണ്. ആരതിയെക്കുറിച്ചുള്ള വലിയ വലിയ വാർത്തകളും വിജയങ്ങളും ഒക്കെ കേട്ടറിവല്ലേ ഉള്ളൂ. പക്ഷേ ഇത് കൺമുന്നിൽ കാണുമല്ലേ. എന്റെ ശ്രീകുട്ടി, എന്റെ അശ്വതീശ്വരി മോള് ഇപ്പോ ഒരുപാട് ഉയരങ്ങളിലെത്തി. അതിന് ഏറ്റവും കൂടുതൽ ഞാനും അമ്മയും നന്ദി പറയേണ്ടത് ചെറിയമ്മയോടല്ലേ. ഈ ശ്രീകുട്ടിയെ അഡ്വക്കേറ്റ് ആരതി വർമ്മയാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് ചെറിയമ്മയ്ക്കാ. കണക്ക് ചോദിക്കാനുമുണ്ട് എനിക്കും നിനക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ചെറിയച്ഛനെ കൊന്നത് ഈ ആളുകൾ തന്നെയാണ്. ഈ ആളുകൾ തന്നെയാ എന്റെ അച്ഛനെ നാട് കടത്തിയത്. ഇപ്പോഴും പിടിക്കപ്പെടാതെ അവര് ചെറിയമ്മയും മകളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വരവ് വന്നത് വരുണിനെയും രാധികയെയും മോചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാം പൊതുശത്രുവായ ഐശ്വര്യയോട് കണക്ക് ചോദിക്കാൻ കൂടി വേണ്ടിയാണ്. അത് പൂർത്തിയാക്കിയിട്ടേ ഞാൻ മടങ്ങും. അത് അമ്മയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കാ. ഇനി നീ ഉണ്ടാവണം എന്റെ രാധിക മോൾക്ക് കൂട്ടായിട്ട്. ഉണ്ടാവും ചെറിയമ്മേ. ചെറിയമ്മയുടെ മോൾക്ക് കാവലായിട്ട് ഈ ശ്രീകുട്ടി ഉണ്ടാവും. എന്നെയും എന്റെ അമ്മയെയും ചെറിയമ്മ സംരക്ഷിച്ചതുപോലെ രാധികയ്ക്ക് ധൈര്യം കൊടുത്ത് അവളുടെ കൂടെ നിന്ന് ഈ ലോകത്തിനോട് പോരാടി ജയിക്കാൻ ഞാൻ അവളെ പഠിപ്പിക്കും. ഒപ്പം പ്രിയങ്കയെ കൊന്ന യഥാർത്ഥ കുറ്റവാളികളെ ഇരുമ്പഴിക്കുള്ളിലാക്കുകയും ചെയ്യും. ഇത് ചെറിയമ്മയുടെ ശ്രീകുട്ടി പറയുന്ന വാക്കാ. ഇത് തെറ്റില്ല. ദേവാ, ദേവാ,
ദേവ, അവൾക്കും അവനും കോടതി ജാമ്യം അനുവദിച്ചു. അവളുണ്ടല്ലോ ആ ഫിദ, അവള് കാശ് കൊടുത്ത് ഏതോ മുന്തിയ വക്കീലിനെ കൊണ്ട് അവര് രണ്ടുപേരും പുറത്തിറക്കി. പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ വെറുതെ വിടരുത്. ഓ നാശം പിടിച്ചവൾ ഇങ്ങോട്ട് വന്ന ഈ മണ്ണിൽ കാല് കുത്താൻ സമ്മതിക്കരുത്. എന്റെ പ്രിയങ്കമോളെ കൊന്നവൾക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. വരുൺ പോയിക്കോ. ഇല്ലടോ, അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. എന്താടാ നിനക്ക് സംസാരിക്കാനുള്ളത്? നീ പറയുന്ന ഒന്നും കേൾക്കാൻ ഇവിടെ ആളില്ല. മര്യാദയ്ക്ക് പൊയ്ക്കോ ഇവിടുന്ന്. പോകുമ്പോ ഇവളെ കൊണ്ടുപോയിക്കോണം. മുത്തശ്ശി, ആരുടെ മുത്തശ്ശിയാടി? ഏതോ തെരുവിൽ കിടന്ന നിനക്ക് ഞാൻ എങ്ങനെയാ മുത്തശ്ശിയാവുന്നേ? നീ എന്റെ പ്രിയങ്കമോളെ പിന്നെ കൊല്ലുവാടി ഞാൻ. എന്റെ പ്രിയങ്കമോളെ മുത്തശ്ശി, പ്രിയങ്കയെ നഷ്ടപ്പെട്ട വേദനയല്ല മുത്തശ്ശി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇനി എന്റെ പെണ്ണിനെ അങ്ങനെ തൊട്ടാണ്ടല്ലോ. നിന്റെ പെണ്ണോ? ആ അതെ. എന്തേ സംശയമുണ്ടോ? ആ ഉണ്ട്. ആ കാണിച്ചു തരാം.